വിദ്യാലയ മുത്തശ്ശിക്ക് 100ാം പിറന്നാൾ. ജനിച്ചത് 1924. 100ാം പിറന്നാൾ ആഘോഷിക്കുന്നത് 2024. ഇനിയും 1000 വർഷം ഇതേപോലെ തന്നെ ഇതിലും ഉപരിയായിട്ട് പല മാറ്റങ്ങളും വന്ന് 1000 വർഷത്തിൽ കൂടുതൽ ഇനിയും ആയുസ് നൽകണമെന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാളി വായനശാലയിൽ നിന്ന് തുടങ്ങിയ ഘോഷയാത്ര, വർണ്ണശബളമായ ഘോഷയാത്ര നാടും നഗരവും ചുറ്റിയിട്ട് സ്കൂളിലേക്ക് എത്തി. പറയുന്നത് കണ്ണൂർ കൂടാളി താറ്റിയോട് നോർത്ത് LP സ്കൂളിനെ പറ്റിയാണ്. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും നമ്മുടെ ശൈലജ ടീച്ചർ ആണെന്ന്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മുടെ ശൈലജ ടീച്ചറാണ്. വിദ്യാലയ മുത്തശ്ശിയുടെ പിറന്നാളിന് ഒരുക്കി വെച്ച വിരുന്നും കാഴ്ചകളും എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുവരാം അല്ലേ? അപ്പോൾ തിരിച്ചു വരാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PK ഷൈമയുടെ അധ്യക്ഷതയിൽ തുടക്കം കുറിക്കുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട ഒട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീമതി KK ശൈലജ ടീച്ചർ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. ശേഷം വേദിയിൽ സ്കൂൾ കുട്ടികളുടെ കലാകാര പ്രദർശനവും രക്ഷിതാക്കളുടെ കലാപരിപാടികളും അരങ്ങേറുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നു. തുടർന്ന് അരങ്ങേറുന്നു. ശതാബ്ദി ആഘോഷത്തിന്റെ മുന്നോടിയായി നടക്കുന്ന മനോഹരമായ വിളംബര ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് പിന്നാലെയായി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ കാറ്റൂർ നോർത്ത് LP സ്കൂളിന്റെ അധ്യാപക വിദ്യാർത്ഥി സംഘവും ശാസ്ത്ര വിദ്യാഭ്യാസ പ്രദർശനം, വിവിധ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, കലാകായിക മത്സരങ്ങൾ, ശതാബ്ദി ആഘോഷം ബഹുമാനപ്പെട്ട മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീമതി KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PK ഷൈമ അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന വിളംബര ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് പിറകെയായി കടന്നു വരുന്നത്. നടപ്പിന്റെ അകമ്പടിയോടുകൂടി ഇതുവരെ കടന്നു വരുന്നത്.
പ്രിയമുള്ളവരെ കാറ്റോട് എങ്ങനെ നയിക്കും? തുടർന്ന് ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ശേഷം വേദിയിൽ കുട്ടികളുടെ കരാട്ടെ പ്രദർശനവും രക്ഷിതാക്കളുടെ ആഘോഷ പരിപാടി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ശാസ്ത്ര വിദ്യാഭ്യാസ പ്രദർശനം വിവിധ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകൾ കലാകായിക മത്സരങ്ങൾ രചനാ മത്സരങ്ങൾ എന്നിവ ആഘോഷവേളകളിൽ ധന്യമാക്കുന്നു. ഈ മനോഹരമായ സംഗമാഘോഷങ്ങളിലേക്ക് ഈ നാടിനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന അകമ്പടിയോടുകൂടി അതിന് മനോഹരമായ ഒത്തക്കുടകളും അതിമനോഹരമാക്കിക്കൊണ്ട് നിരന്തര ഘോഷയാത്ര ഇതാ ഈ ഭാഗത്തൊട്ട് പിറകിലായി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ തലമുറകൾ കച്ചറ വെളിച്ചം പകർന്നു നൽകിയ പ്രിയമുള്ളവരെ ഉദ്ഘാടന ദിവസമായ 4 വൈകുന്നേരം 5 മണിക്ക് ഉത്സവാങ്കണത്തിന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മട്ടന്നൂർ നിയോജക മണ്ഡലം എംഎൽഎ കെ ശൈലജ ടീച്ചർ തുടർന്ന് ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയാണ് ഈ വാഹനത്തൊട്ട് പിറകിലായി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ മുന്നോടിയായി ഒരാളിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. വിളംബര ഘോഷയാത്രയിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ എന്നിവ ആഘോഷവേളകളെ ധന്യമാക്കുന്നു. ഈ മനോഹരമായ സംഗമാഘോഷങ്ങളിലേക്ക് ഈ നാടിനെയും നാട്ടുമനുഷ്യരെയും പ്രിയമുള്ളവർ കാട്ടൂർ നോർത്ത് സ്കൂളിന്റെ ശതാബ്ദി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂളിന്റെ വളരെ അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ വിളംബര ഘോഷ
ഘോഷയാത്രയാണ് ഇതുവഴിക്ക് കടന്നു വരുന്നത്. बदन पे सितारे लपेटे हुए तू जाने तमन्ना किधर जा रही हो, जरा पास आओ तो चैन आ जाए, जरा पास आओ तो चैन आ जाए, बदन पे सितारे लपेटे हुए तू जाने किधर जरा पास आओ तो चैन आ जाए, जरा पास आओ तो चैन आ जाए। മോനെ ഒച്ചയാക്കല്ലേ ഒരു മിനിറ്റ്. ശതാബ്ദി ആഘോഷം ഒരു വർഷക്കാലം നിർത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ മാസം തുടങ്ങി വരുന്ന ഏപ്രിൽ മെയ് മാസത്തോടും അവസാനിക്കുകയാണ് നമ്മുടെ ശതാബ്ദി ആഘോഷ പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായിട്ട് പരിപാടികൾ നാളെ നല്ലൊരു ഫോട്ടോ ആ കുറേ സുന്ദരിമാർ വെറുതെ നിൽക്കുന്നില്ലേ?
തേനിമ്പം മൂടുന്ന ഫോട്ടോ എവിടെയാ കൂടി ഇവിടെ പഠിച്ചേ ആ ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ വാഴ്വിൽ കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീയേ നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ നിലവാകാം നിഴലാകാം മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം സ്വപ്നം നീ സ്വന്തം നീയേ സ്വർഗം നീ സർവം നീയേ बदन पे सितारे लपेटे हुए तू जाने तमन्ना किधर जा रही हो जरा पास आओ तो चैन आ जाए जरा पास आओ तो चैन आ जाए बदन पे सितारे लपेटे हुए तो जाने तमन्ना किधर जा रही हो जरा पास आओ तो चैन आ जाए जरा पास आओ तो चैन आ जाए ईशाय नमः उमेशाय नमः गौरीशाय नमः परमेशाय नमः भुवनेशाय नमो नमः അറിവിൻ നിലാവേ മറയുന്നു നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുൻപിൽ നിൽപ്പോ അറിയാത്തതെന്തേ നിറുകയണിയും കുളിർമതേക്കും പരിസര പ്രദേശത്തുള്ള ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ആഘോഷ പരിപാടികളെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്ന മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിനായി തരംഗം എന്ന പേരിൽ സമഗ്ര വിദ്യാഭ്യാസ ഒരു കൈത്താങ്ങ് നൽകിയ പ്രിയപ്പെട്ട MLA ശ്രീമതി KK ശൈലജ ടീച്ചർക്ക് താറ്റോട് നോർത്ത് LP സ്കൂളിലേക്ക് സുസ്വാഗതം.
പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പ്രിയപ്പെട്ട MLA നിർവഹിക്കുന്നു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കുടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PK ഷൈമ അവർ സംസാരിക്കുന്നു. ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുന്നത് സംഘാടക സമിതിയുടെ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ C മനോഹരൻ മാസ്റ്റർ. സംസാരിക്കുന്നു. സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ഇവിടെ എത്തിക്കഴിഞ്ഞു. ചടങ്ങിന് സാക്ഷികളാകുന്നതിന് വേണ്ടി മുഴുവൻ രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും നാട്ടുകാരെയും കുട്ടികളെയും ആദരപൂർവ്വം ഈ ദൂരത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, തരംഗം എന്ന പേരിൽ സമഗ്ര വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കിക്കൊണ്ട് മട്ടന്നൂർ നിയോജകമണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് പകർന്ന പ്രിയപ്പെട്ട MLA ശ്രീമതി KK ശൈലജ ടീച്ചർ അവർ നമ്മുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം അല്പനിമിഷങ്ങൾക്ക് നിർവഹിക്കുകയാണ്. കുട്ടികളുടെ വെൽക്കം ഡാൻസിന് ശേഷം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. മുഴുവൻ ആളുകളെയും താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വെച്ചു ഞങ്ങളിൽ സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമംഗലായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വെച്ചു ഞങ്ങളിൽ അഗാധ നീലവാനമം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹി. നമ്മുടെ നിയോജകമണ്ഡലം MLA ശ്രീ KK ശൈലജ ടീച്ചർ, ബഹുമാനപ്പെട്ട കുടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഷൈമ അവർ, ബഹുമാനപ്പെട്ട കുടാളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ശ്രീകല ടീച്ചർ, 12ാം വാർഡ് 9ാം വാർഡ് മെമ്പർ ശ്രീ ലക്ഷ്മണാട്ടൻ, ബഹുമാനപ്പെട്ട യു സ്കൂളിന്റെ മാനേജർ
രാമകൃഷ്ണൻ, അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ HM രാഘവൻ ടീച്ചർ, അതുപോലെ CP രവീന്ദ്രൻ, സജീവൻ, മദർ PTA പ്രസിഡന്റ് അഭിന, അതുപോലെ തന്നെ PTA പ്രസിഡന്റ് സുഷമ, വിജയന്മാർ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അധ്യാപകൻ, നമ്മുടെയൊക്കെ ഗുരുവായ ശ്രീ വിജയൻ മാസ്റ്റർ, അതുപോലെ തന്നെ മറ്റു ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, ഏറ്റവും വലിയ ഒരു അഭിമാനവും സന്തോഷവും നിറഞ്ഞ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെയുള്ളത്. നമ്മുടെ കാറ്റോട് നോർത്ത് LP സ്കൂളിൻ്റെ 100ാം വാർഷികമാണ്. അതിലെ ഔപചാരികമായ വാർഷികാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ 100ാം വയസ്സ് എന്ന് പറയുമ്പോൾ മിക്ക സ്കൂളുകൾക്കും അങ്ങനെ 100 വയസ്സ് എത്തിയതായി നമുക്ക് നമ്മൾ കാണുകയും കാറ്റൂർ സ്കൂൾ ഏറ്റവും അക്കാര്യത്തിൽ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഒരു മുത്തശ്ശിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. നമ്മളെല്ലാവരും എത്രയോ തലമുറകൾ, 4 തലമുറകളിലധികം പഠിച്ചുപോയി നാടിൻ്റെ നാനാഭാഗത്ത് സുദീർഘമായ സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഈ കാറ്റോടിനെ പേരും പ്രശസ്തിയും നൽകിക്കൊണ്ട് ഇന്നും അതിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിന് 100 വയസ്സ് എത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് അത് വളരെയധികം അഭിമാനം നൽകുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ആ സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ പൂർത്തിയാക്കാനാകാതെ അപൂർവ ചില സ്കൂളുകൾ എടുത്തുപോയ കാലഘട്ടവുമുണ്ട്. എന്നാൽ ഈ കാറ്റോട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടിൽ ആ പഴയകാല ഓർമ്മകൾ ഇന്നും നിറം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പറയുവാനുള്ളത്. ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെപ്പോഴും വിളിച്ചാലും ഏത് വാർഡിലും, കുടാളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏത് വാർഡിലും കൂടി എത്തുന്ന നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈമാറുകളെ സ്വാഗതം ചെയ്യുന്നു. ഗുരു കൂടിയായ വിജയൻ മാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. കാറ്റോട് നോർത്ത് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ മട്ടന്നൂരിന്റെ മുൻ ആരോഗ്യമന്ത്രിയും നമ്മുടെ ഇപ്പോഴത്തെ MLA കൂടിയായിട്ടുള്ള ആരാധ്യയായിട്ടുള്ള ശൈല ടീച്ചർ, ഇവിടുത്തെ സ്വാഗതം പറഞ്ഞിട്ടുള്ള മനോരമ മാഷ്, അതുപോലെ HM രാഗിണി ടീച്ചർ, ഇതിന്റെ സ്കൂളിന്റെ മാനേജർ രാമകൃഷ്ണൻ, അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വിജയൻ മാഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീകരൻ ടീച്ചർ, വാർഡിന്റെ മെമ്പർ കൂടെയുള്ള ലക്ഷ്മണൻ, മുൻ PTA പ്രസിഡന്റ് കൂടെയുള്ള സജീവട്ടൻ, ഇപ്പോഴത്തെ PTA പ്രസിഡന്റ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ഏറെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹനിറഞ്ഞ കുട്ടികളെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, 4 തലമുറകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ ആദ്യാക്ഷരം 4 തലമുറകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. 1925 46 കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു സ്കൂളിന്റെ ഒരു എഴുത്തിനിരിക്കുന്നത് പോലെയുള്ള ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ അന്ന് കാലത്ത് സ്കൂൾ ആരംഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ 35-40 വർഷക്കാലത്തോളം പ്രധാന അധ്യാപകനായിട്ടൊക്കെ പ്രവർത്തിച്ച ആളുകളും ഈ സ്കൂളിന്റെ ഭാഗമാണ്. മറ്റൊന്നുകൂടി സൂചിപ്പിക്കുകയും 100 വർഷ കാലയളവിൽ ഇവിടെ പഠിച്ചിട്ടുള്ള ഒട്ടേറെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരും കുറെ പേര് നമ്മുടെ വിട്ടു പിരിഞ്ഞിട്ടുമുണ്ട്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇത്ര തലയെടുപ്പോട് നിൽക്കുന്ന ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ പ്രദേശത്തുകാരുടെ ഒരു ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട അവരുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് വേണ്ടി വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയിപ്പോ പല നിലകളിലായിട്ട് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ട് ഒട്ടേറെ പേർ വിവിധ സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ഓലപ്പുരിയിൽ നിന്ന് മാറി നമ്മൾ ഇനിയിപ്പം അംഗൻവാടി മുതൽ എല്ലാ സ്കൂളുകളും എടുത്ത് പരിശോധിച്ചാൽ ഹൈടെക് ക്ലാസ് മുറികളും അതോടൊപ്പം തന്നെ വലിയ
എല്ലാ നിലയിലും നല്ല രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഒരുങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കൂളുകളെല്ലാം മാറും. നമ്മുടെ പഞ്ചായത്തിൽ 15 സ്കൂളുകളുണ്ട്. ആ 15 സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്നവരാണ് PTA, അതിന്റെ മാനേജർ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ നല്ല രീതിയിലുള്ള സഹകരണം നമ്മുടെ സ്കൂളിൽ ഇപ്പോഴും ഉണ്ടാകുന്നു. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള മുണ്ടേരി സ്കൂളിന്റെ ഇപ്പോഴത്തെ അത്രയും അങ്ങനെ ഒരു വലിയ സ്കൂൾ നമുക്ക് എവിടെയും ഇല്ല. അത്രയും ഒരു അന്താരാഷ്ട്ര സ്കൂളാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് വ്യത്യസ്തമായി നമ്മുടെ ഭക്ഷണം കഴിക്കാൻ ഒരു നേരം പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇവിടെ സ്കൂളിൽ വന്ന് എന്തെങ്കിലും അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞ് എരിയുന്ന വയറോടെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ നമ്മുടെ സർക്കാർ ഉച്ചഭക്ഷണ പദ്ധതി ഏർപ്പാടാക്കിയതിന്റെ ഭാഗമായി നമുക്കിന്ന് നമ്മുടെ കുട്ടികൾക്ക് പാലും മുട്ടയും മെനു വെച്ചുകൊണ്ടുള്ള ഉച്ചഭക്ഷണ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നു. അപ്പോ കാലം മാറുന്നതോടൊപ്പം നമ്മുടെ സർക്കാരുകൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയിലുള്ള പരിഷ്കരണം വരുത്തുന്നതിന്റെയൊക്കെ ഭാഗമായി വലിയ മാറ്റമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും കൂടുതൽ പറയുന്നില്ല. ഇന്നത്തെ ഈ ശതവാർഷിക ചടങ്ങ് നമുക്കറിയാം, ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള 100ഓളം പരിപാടികൾ നമ്മൾ ഒരു വർഷ കാലയളവിൽ നമ്മൾ ഏറ്റെടുത്ത് നടക്കും. തീർച്ചയായിട്ടും ഇതിന്റെ അണിയറയിൽ പിന്നിൽ സംഘാടക സമിതി ചേർന്ന അന്ന് മുതൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ശതാബ്ദി ആഘോഷം വളരെ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ പ്രിയങ്കരായ സംഘത്തിൽ നമ്മുടെ കുടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ, സംഘാടക സമിതിയുടെ ചെയർമാൻ ബഹുമാനായിട്ടുള്ള C മനോഹരൻ മാസ്റ്റർ, ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്ന് കരുതുന്നു. കുടാടി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ശ്രീകാന്ത് ടീച്ചർ, കുടാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ PP ലക്ഷ്മണൻ, താറ്റൂർ നോർത്ത് LP സ്കൂളിന്റെ മാനേജർ TN രാമകൃഷ്ണൻ നമ്പ്യാർ, പൂർവ്വ അധ്യാപകൻ വിജയൻ മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി CP രവീന്ദ്രൻ, PTA പ്രസിഡന്റ് സുഷമ, മദർ PTA പ്രസിഡന്റാണ് സുഷമ അല്ലെ, PTA പ്രസിഡന്റ് സുഷമ, മദർ PTA പ്രസിഡന്റ് അഭിനയ, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ നഫീസത്തുൽ നിസ്രിയ, വേദിയിലുള്ള മുഴുവൻ ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഗ്രാമത്തിൽ ഒരു സ്കൂളിന് 100 വയസ്സ് തികയുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യവും അഭിമാനം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. 1925 മുതൽ 2024 വരെ മുടങ്ങാതെ ഈ ലോവർ പ്രൈമറി സ്കൂൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് അഭിമാനം ഉളവാക്കുന്ന വസ്തുത. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരാരും 1925 ജനിച്ചവരില്ല, അതിനുശേഷം ജനിച്ചവരായിരിക്കും എല്ലാവരും. ഏറെ ചെറുപ്പക്കാരാണ്, പുതിയ തലമുറയാണ്. എന്നാൽ 1925 വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മുടെ എല്ലാവരെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. 20കളിലും 30കളിലും ഒന്നും സാധാരണക്കാരുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ജാതി ശ്രേണി കൽപ്പിച്ചുകൊണ്ട് ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്കും നല്ല സമ്പത്തുള്ളവർക്കും മാത്രമേ അക്ഷരം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അത്തരമൊരു സമൂഹത്തിൽ ഗുരുതുല്യരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ
അവരുടെ സ്വന്തം പരിശ്രമത്താൽ അക്ഷരം പഠിക്കുകയും വായിക്കുകയും ഒരുപാട് അറിവുകൾ സമ്പാദിക്കുകയും ചെയ്തു. അവരിൽ ചിലരെല്ലാം സമൂഹത്തിലെ മേൽക്കൊയ്മ സമ്പ്രദായത്തോട് വലിയ പോരാട്ടം നടത്തിയിട്ടാണ് ഗുരുക്കന്മാരായിട്ട് മാറിയത്. ചിലപ്പോൾ അവർ തല്ലുകൊണ്ടിട്ടുണ്ട്. സമൂഹത്തിൽ നിന്ന് ഭൂമിയുടെ ഉടമയായിട്ടുള്ള ആളുകളും ഭരണാധികാരികളുമെല്ലാം അവർ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു തന്ത്രമൊന്നും ദ്രോഹം സഹിക്കാതെ തന്നെ പ്രഗത്ഭരായി വന്ന ചില ആളുകൾ നാട്ടുപുറത്ത് ചെറിയ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എഴുത്ത് പള്ളിക്കൂടങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ സ്കൂളുകളിൽ എല്ലാവർക്കും വന്നിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞ ആ ഗുരുനാഥന്മാരാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടത്തിന്റെ ആദ്യത്തെ പടി എന്ന് നമുക്ക് പറയാം. നാടാകെ ഒട്ടേറെ എഴുത്തു പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അവിടെ സ്വമേധയാ കുട്ടികളെ കൊണ്ടുപോയി ഇരുത്തുന്ന സ്വഭാവമൊന്നും അന്നത്തെ കർഷക തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അക്ഷരം പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് അവരെ വേറെ തന്നെ പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഈയിടെ ആലുവയിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു മഠത്തിന്റെ അവിടെ അന്ന് തന്നെ ഗുരുദേവൻ തുറന്നൊരു സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനിടയായി. ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് അവരെല്ലാം പറയുന്നത്, അവിടെ ഈ ചെറിയ സ്കൂൾ സ്ഥാപിച്ചപ്പോൾ സാധാരണക്കാരെ കുട്ടികളെ അയക്കുന്നില്ല. സ്കൂൾ ഉണ്ടാക്കാൻ ഉത്സാഹിച്ചിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഓരോ വീട്ടിലും ചെന്ന് നിങ്ങളുടെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ അയക്കണം എന്ന് പറഞ്ഞപ്പോൾ പല കുടുംബങ്ങളിൽ നിന്നും പറഞ്ഞത്, അവിടെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? വയലിൽ ഞങ്ങളുടെ കൂടെ പിള്ളേർ പണിക്കിറങ്ങിയാൽ എന്തെങ്കിലും കുറച്ച് തിന്നാൻ കിട്ടും, പക്ഷെ അവിടെ വന്നാൽ എന്താ കിട്ടുക എന്നാണ്. സ്കൂളിൽ വരണമെങ്കിൽ ഞങ്ങൾക്ക് കാരണം ഇങ്ങോട്ട് തരണം എന്നവർ പറഞ്ഞു. കാരണം കൊടുത്തിട്ടും കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രതീക്ഷയില്ലാത്ത മനുഷ്യരായിരുന്നു ജീവിതത്തിൽ. അച്ഛൻ കൃഷി പണിക്കാരനാണ്. കന്നു കൂട്ടുകയും വയലത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കുകയുമാണ് അച്ചാച്ചന്റെ ജോലി. അച്ഛനത് ചെയ്യുന്നു, മകനും അത് ചെയ്യുന്നു. അമ്മ നാട്ടുപണിക്കൊക്കെ പോകുന്നു, കാട് വയക്കാൻ പോകുന്നു, കൃഷിപ്പണി എടുക്കുന്നു, അടുക്കളയിലെ പണി എടുക്കുന്നു. മകളും മകളുടെ മകളും എല്ലാം അതേ വഴിക്ക് തുടരുന്നു. ഇതായിരുന്നു 20കളിലും 30കളിലൊക്കെയുള്ള മനുഷ്യരുടെ ജീവിതം. മനോരമ മാഷ് ഇവിടെ പറയുമ്പോൾ ഓർമ്മിച്ചു, പരമ്പരയായിരുന്നു സ്കൂളുകൾ. വീടുകളും വ്യത്യാസമില്ല. നമ്മുടെ പഴയ തലമുറയുടെ വീടുകളെല്ലാം ചെറിയ ഓലപ്പുരകളായിരുന്നു. കുറച്ച് പാട്ടം വരാനും ഒക്കെയുള്ള കുടുംബങ്ങളാണെങ്കിൽ കുറച്ച് മുറികൾ അധികമുള്ള വലിയ ഓലപ്പുര ഉണ്ടാകും. കുറച്ചും കൂടി സമ്പന്നരായിട്ടുള്ള ആളുകളാണെങ്കിൽ മറ്റൊക്കെയുള്ള വീടുകൾ ഉണ്ടാകും. അപൂർവത്തിലായിട്ടായിരുന്നു 20കളിലും 30കളിലും ഒക്കെ ഓടിട്ട വീടൊക്കെ ഉണ്ടായിരുന്നത്. വാർപ്പ് വീടുകൾ തുടങ്ങിയിട്ടില്ല. ചില വീടുകൾ ഏതെങ്കിലും കാരണവന്മാർ കുറച്ച് അധ്വാനിച്ച് ഓടിട്ട വീടൊക്കെ ആക്കി 2-3 മുറികളൊക്കെ ആക്കി എടുത്താലും അത് പിന്നീട് ഓട് മാറ്റുന്നതിനോ നന്നാക്കുന്നതിനോ ഒന്നും പണമില്ലാതെ വരുമ്പോൾ ഓടുകളെല്ലാം മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന അവസ്ഥയായിരിക്കും. പുല്ലിട്ട വീടും സ്കൂളും ആണെങ്കിൽ പറയാനില്ല. വർഷാവർഷം കെട്ടിപ്പോച്ചിട്ടില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം വെളിയിൽ പോകില്ല. അതെല്ലാം താഴെ ചാണകദേശ തറയിൽ വീണ് ചളിപിളിയായി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ കുട്ടും കുഴിയും പൊടിയും നിറഞ്ഞ ഓലമേഞ്ഞ ആ സ്കൂളുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. എൻ്റെ കുട്ടിക്കാലത്തും ഞാൻ പഠിച്ച LP സ്കൂളിന്റെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല. ആ സ്കൂളും നിലമൊക്കെ കുഴി പറക്കുന്ന കുഴികളൊക്കെയുള്ള, ചിലപ്പോൾ ചെറിയ കുഴിയിൽ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും കാലിൽ കൊള്ളാതെ വരുമ്പോൾ അതിന്റെ മേലെ കയറിയിരിക്കുന്ന കുട്ടികൾ ഉരുണ്ട് വീണ് ഡെസ്കൊക്കെ മറിഞ്ഞ് കാലിന് വീണ് വൈകുന്നേരം ആകുമ്പോൾ 2-3 കുട്ടികളെങ്കിലും അമ്മമാർ വന്നിട്ട് എടുത്തുകൊണ്ടുണ്ട്, കാലൊക്കെ ഒതുക്കിയിട്ട് മുറിഞ്ഞിട്ട് ഒക്കെ. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ആ സ്കൂളിനെ കുറിച്ചുള്ള സ്മരണ ഏറ്റവും മധുരമാണ്. അന്നത്തെ സൗഹൃദങ്ങളൊന്നും നാം മറക്കുന്നില്ല. ഒരു വ്യത്യാസവും കലവില കൂട്ടി ആ LP സ്കൂളിന്റെ ബെഞ്ചിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഇരുന്നിട്ടുള്ള ഓർമ്മകളും അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. അധ്യാപകർ വീട് കഴിഞ്ഞാൽ പിന്നീട് രക്ഷിതാക്കളാണ്.
നല്ല ഭയം ഉണ്ടായിരുന്നു. അത്ര വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് പേടിച്ചു പറക്കാൻ തുടങ്ങും. ശാരീരികമായിട്ടുള്ള മർദ്ദനം എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇടയ്ക്ക് ഓരോ അടി കിട്ടുന്നത് തന്നെ വലിയ മർദ്ദനമായിട്ടാണ് തോന്നുക. പക്ഷെ അടിച്ചിട്ടില്ലെങ്കിലും അവരെല്ലാം അടുത്തുകൂടെ വരുമ്പോൾ നല്ല ഭയമായിരുന്നു. കള്ളം പറയരുത്, മറ്റുള്ളവരുടെ ഒന്നും മോഷ്ടിക്കരുത്, വൃത്തിയായി നടക്കണം, രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കണം, കുളിക്കണം, സ്കൂളിൽ വരുന്നതിന് മുമ്പേ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് ബഹുമാനത്തോടെ സ്വീകരിക്കണം, സ്കൂളിൽ കൂട്ടുകാരുമായിട്ട് സൗഹൃദം പങ്കിടണം തുടങ്ങിയ ഒരുപാട് ഗുണപാഠങ്ങൾ ഈ അധ്യാപകർ കുഞ്ഞുങ്ങളുടെ മനസ്സ് പകർന്നു നൽകുമായിരുന്നു. എന്നാൽ ഇന്ന് അത്ര യൂണിക്കാണ് ശിക്ഷിക്കാതെ ചോര കൂടിയില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ പഠിച്ചത് ഇന്ന് കൂട്ടിച്ചൊല്ലാൻ കഴിയാഞ്ഞിട്ട് മാഷ് ചെയ്യുന്നതാണ്, ഗുരുക്കള് ചെയ്യുന്നതാണ് എന്നാണ് പറയുക. കച്ചറയില്ല. അധ്യാപകർക്ക് അങ്ങനെ ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ് വീട്ടുകാരും മിണ്ടാൻ വരുമായിരുന്നില്ല. അങ്ങനെയെല്ലാം ഇപ്പൊ നടക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു കാലത്ത് വിദ്യ അഭ്യസിക്കാൻ വേണ്ടി നമ്മൾ അനുഭവിച്ച ഒരു വേദനയുടെ തോതാണ് പറഞ്ഞത്. പിന്നീട് ക്രമേണ കർഷക തൊഴിലാളികളുമെല്ലാം അക്ഷരത്തിന്റെ മഹത്വം അറിഞ്ഞ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാനും തങ്ങളുടെ കുഞ്ഞുങ്ങൾ വാക്കുകൾ കൂട്ടി വായിക്കുന്നത് കേട്ട് അഭിമാനം കൊള്ളാനും അവർ പുസ്തകങ്ങൾ വായിക്കുന്നത് കണ്ട് വലിയ ആഹ്ലാദത്തോടു കൂടി എന്റെ കുഞ്ഞിനെ വായിക്കാം എന്ന് പറയാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കുറേശ്ശെ വളർന്നു വന്നിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നത്. ലോകത്തിൽ തന്നെ എല്ലാ മനുഷ്യർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരിടമായി കേരള സംസ്ഥാനം നിലനിൽക്കുന്നത്. കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സ്കൂളുകളെല്ലാം ഒരുപാട് മെച്ചപ്പെട്ടു. പ്രത്യേകിച്ച് നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടതിന് ശേഷം നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ടു. കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് തന്നെ, അമ്പത്തേഴിലെ ഗവൺമെന്റ് എല്ലാ മേഖലകളിലും എല്ലാ ഗ്രാമങ്ങളിലും സർക്കാർ സ്കൂളുകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചു. സർക്കാർ സ്കൂൾ, ഗവൺമെന്റ് സ്കൂളുകൾ, പണം അങ്ങോട്ട് കൊടുക്കണ്ട, രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ, പഠിപ്പിക്കാൻ അങ്ങോട്ട് ഫീസ് കൊടുക്കണ്ട കുടുംബങ്ങൾക്ക്, വിദ്യാഭ്യാസ സൗകര്യമാണ്. അവിടെയുള്ള അധ്യാപകർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കും. ഗവൺമെന്റ് സ്കൂളിലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കും. ഗവൺമെന്റിൻ്റെതാണ് പ്രോപ്പർട്ടി. അവിടെ കുട്ടികളെ പോയി ചേർത്ത് കൊടുത്താൽ മതി. നാമമാത്രമായിട്ട് ചെറിയ എന്തെങ്കിലും ഫീസ്, അല്ലാതെ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. പിന്നെ സ്കൂളിൽ ഉച്ചഭക്ഷണവും കാര്യമൊക്കെ നന്നായിട്ട് തുടങ്ങി. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ള ഉപ്പുമാവാണ്, ഒരു തരം റവ, ഒരു പ്രത്യേക എണ്ണയുണ്ട്. അത് ആദ്യഘട്ടത്തിലൊക്കെ നവസ്വതന്ത്ര രാജ്യമെന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്കൊന്നും കൊടുക്കാൻ കാശൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ബ്രിട്ടീഷുകാർ മോഷ്ടിച്ച് കൊണ്ടുപോയതിനു ശേഷമാണ് നമ്മുടെ രാജ്യം കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയത്. എന്ത് തന്നെ മോശം സാധനമായ അധ്യക്ഷ, നമ്മുടെ ശതാബ്ദി ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത MLA ശ്രീമതി KK ശൈലജ ടീച്ചർ, ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാനായ ശ്രീ C മനോഹരൻ മാസ്റ്റർ, നമ്മുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത ശ്രീ KV അജിത് അധ്യാപകനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ ശ്രീ KV അജയകുമാർ മാസ്റ്റർ, അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ KK രവീന്ദ്രൻ മാഷായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാഷ് കേൾക്കുക അതൊന്നും പറയുന്നത് ഒരു ശീലമുള്ള കാര്യമല്ല. അടങ്ങിയിരിക്കാനും ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലും ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് രണ്ടു പേർക്ക് സംസാരിക്കാതെ പോകാനും കഴിയില്ല. ഒരുപാട് സന്തോഷം എന്താ വെച്ചാല് ഒരേ സമയത്ത് 2 സ്കൂളുകളാണ് കൂടാളി ശതാബ്ദി ആഘോഷിക്കുന്നത്. ഒന്ന് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടാളി UP സ്കൂളിൽ നിന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ശതാബ്ദി ആഘോഷം.
അത് ബഹുമാനപ്പെട്ട MLA തന്നെയാണ് നിർവഹിച്ചത്. രണ്ടാമത്തേതാണ് താറ്റോട് LP സ്കൂളും വന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 2 സ്കൂളിന്റെയും ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഈ ഭരണസമിതി പൂർത്തിയാക്കുന്ന ഒരു സന്തോഷം കൂടി നമുക്കുണ്ട്. ഇപ്പം എല്ലാവരും സംസാരിച്ചതുപോലെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഒരു സ്കൂൾ ഉണ്ടായത്, എത്രമാത്രം അതിന്റെ പിറകിലുള്ള കഷ്ടപ്പാടും കണ്ണുനീരും അതുപോലുള്ള ചോര നീരാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കും പണ്ട് കാലത്ത് ഒരു സ്കൂൾ ഉണ്ടായി. അതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും എല്ലാം മെച്ചപ്പെടാറുണ്ട്. ഈ സ്കൂളിന്റെ വാർഷികത്തിൽ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ രീതിയിലും ഉണ്ടാകുന്ന ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവരും അഭിവാദം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. അധ്യക്ഷൻ കുലാളി പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് പരിപാടിക്കാൻ മറ്റ് സദസ്സുകളും ജോലിയിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെയും ഇതുപോലെ ബഹുമാനീയ അധ്യക്ഷൻ ഇവിടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ എല്ലാവർക്കും സുഹൃത്തിയായ MLA അവരെ വേദിയിലും സദസ്സിലെത്തുന്ന എല്ലാ പ്രമുഖ വ്യക്തികൾക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ശൈലജ ടീച്ചർ പറഞ്ഞത് എന്നെ കുറേ കൂടി അങ്ങോട്ട് പുറകോട്ടേക്ക് നീക്കി. എൻ്റെ മനസ്സിപ്പം ആ പണ്ടത്തെ അവിടെ ഉള്ളത്. നിങ്ങൾ ഇരിക്കുന്ന ഈ മിക്കം സ്കൂളിൻ്റെതായിരുന്നില്ല. വളരെ കൂടുതൽ പൈസ കൊടുത്ത് അത് വാങ്ങിച്ചതാണ്. കാരണം നമുക്കത് ആവശ്യമായിരുന്നു. അതുപോലെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റൊക്കെ അടുത്ത വീടുകളിലെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നു. പാചകശാല അതും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് സംഘടിപ്പിച്ച് വാങ്ങിച്ചതാണ്. ഞാൻ ഈ സ്കൂളിൽ കളിക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. ഈ മുറ്റത്താണ് ഞാൻ കളിച്ചത്. എൻ്റെ സ്കൂളിൻ്റെ നേരെ മുമ്പിലാണ് വീട്. ഞാനന്ന് വന്നത് തൊണ്ട് നമ്മുടെ എന്താ പറയുക മലയിൽ നിന്നുകൊണ്ടാണ് പഠിച്ചത്. എന്നെ പഠിപ്പിച്ച കുമാര മാഷിയുടെ മകനും കൂടി ഉണ്ട്, രവീന്ദ്ര മാഷ്. അന്നത്തെ സ്കൂൾ വരാൻ ഭയങ്കര പേടിയായിരുന്നു മാഷല്ല. ഇന്നത്തെ പോലെ ബസ്സും കയ്യും കോട്ടൊന്നുമില്ല. കാരണം അമ്മ വിളിച്ചു പറഞ്ഞാൽ മാഷ വരുന്നുണ്ട്. ഒരു ദിവസം അങ്ങനെ മാഷ് വിളിച്ചു പറഞ്ഞവർക്ക് എന്നെ കണ്ടില്ല. അവർ തോട്ടിലും അവരുടെയൊക്കെ അന്വേഷിച്ചു. കാരണം ഞാനവിടെ ഒരു ബാറ്റിൻ്റെ വീട്ടിൽ സ്കൂളിൽ പോകാനുള്ള മടിയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്കൂളിൽ ഒരു മാനേജറായിട്ട് താഴെ ഇവിടെ താഴെ നയിക്കാൻ പറ്റുന്നതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ പണ്ടൊരു ചെന്നിട്ട് നമ്മളെ ആട്ടുന്നതിനെ കുറിച്ച് ചെയ്യാനപ്പം എന്ന് വെച്ചാൽ ഞാനൊരു പട്ടാളക്കാരനാണ്. പട്ടാളക്കാരനൊരു സ്കൂളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ചിട്ട് മോഹൻ മാഷ്, ഈ സജീവൻ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ സ്കൂളിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തവരാണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ സഹകരണം, അതുകൊണ്ട് ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ സ്കൂളിൽ നിലയിലുന്നായത്. പലരും കിണർ കുഴിക്കാനും വീട്ടുപണിക്കൊക്കെ പോയിട്ട് വന്നിട്ട് രാത്രി നമുക്ക് വേണ്ടി ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് പണിയെടുത്തിട്ടുണ്ട്. അവരോട് നിന്നുള്ള നന്ദി ഒരിക്കലും മറക്കാനാവില്ല. അങ്ങനെ ഇപ്പം ശരിക്കും പറയാൻ വെച്ചാൽ 100 വയസ്സാകുമ്പോൾ എല്ലാവരും ഒരു കാലഘട്ടത്തിലും നടുവേദനയിലും ഉണ്ടാവും. സ്കൂളിനകത്തുണ്ട്. കാരണം ചെറിയ കുട്ടികളെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അൺഎക്കണോമിക് ആയി. ഇത്രയും കാലം മട്ടന്നൂർ സദ്യയിൽ നല്ല സ്ട്രെങ്ത്തുള്ള നല്ല കെട്ടിടമുള്ള ഒരു സ്കൂളായിരുന്നു. അത് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ വാർഷിക ഉത്സവത്തോടുകൂടി നമുക്കത് വീണ്ടെടുക്കണം. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. അത് എന്തായാലും നടക്കും. ഇപ്പോഴത്തെ ഇങ്ങനെ തന്നെ ഇവിടുത്തെ ഘോഷയാത്രയെ കണ്ട പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്കുള്ള ആവേശം നമ്മളെ വളരെയധികം എന്താ പറയുന്നത് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നല്ലൊരു ഭാവി ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം, എല്ലാവിധ ആശംസകളും. താറ്റോട് നോർത്ത് LP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ ചടങ്ങുകൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച ബഹുമാനപ്പെട്ട കുടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PK ഷൈമ അവർ, അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച് തൽക്കാലം വേറൊരു പരിപാടികളുമുണ്ട് അങ്ങോട്ട് നീങ്ങിയ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീമതി KK ശൈലജ ടീച്ചർ, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന
സദസ്സിലുള്ള പിഞ്ചു വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, അതുപോലെ തന്നെ സഹപ്രവർത്തകരായ അധ്യാപക സുഹൃത്തുക്കളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മട്ടന്നൂർ MLA കെ ശൈലജ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, നാട്ടുകാരെ, കാഴ്ചപ്പാട് LP സ്കൂളിന്റെ 100ാമത് വാർഷികാഘോഷം ഈ ഒരു വർഷക്കാലം കൊണ്ട് ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വാർഷികാഘോഷം നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഈ നാട്ടിലെ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അഭിമാനമുണ്ട്. ഒരു വനിതയാണ് ഇവിടുത്തെ PTA പ്രസിഡന്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ PTA പ്രസിഡന്റ് സുഷമയെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷേമാക്കി അവർ ഉദ്ഘാടനം ചെയ്തു പോയ നമ്മുടെ MLA ശൈലജ ടീച്ചർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന കുട്ടികളെ, രക്ഷിതാക്കളെ, പിന്നെ നമ്മുടെ താറ്റോട് നോർത്ത് LP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ 4 തലമുറകൾക്ക് അക്ഷരം വിളിച്ച് നൽകിയ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. അതിൽ എനിക്കും ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 19 വർഷം മുമ്പ് പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിൽ ഇപ്പം എൻ്റെ മക്കളും ഇന്ന് പഠിക്കുന്നുണ്ട്. അന്ന് ഇത്ര അക്ഷരത്തൊന്നും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. ഈ 100 വർഷം പിന്നിടുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ ഈ സ്കൂളിലുണ്ടായി. അന്ന് ഒരു ബാത്റൂം വരെ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ബാത്റൂം, കമ്പ്യൂട്ടർ ലാബുണ്ട്, ലൈബ്രറി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട്. നല്ല വൃത്തിയുള്ള മുറ്റമുണ്ട്. എല്ലാം നല്ല ഹൈടെക് ലെവലിലാണുണ്ട് സ്കൂള്. ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മട്ടന്നൂർ ഉപജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ കാറ്റോട് നോർത്ത് LP സ്കൂളിന് ഇനിയും ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ പ്രസിഡന്റ് പറഞ്ഞ വേറെ ഒരു പ്രധാന ഒരു കാര്യം പറഞ്ഞത്, PTA പ്രസിഡന്റായിട്ട് ലേഡി എന്നതിനേക്കാൾ ഉപരി ഈ 100 വർഷത്തിലേക്ക് ഒരു യങ് ആൻഡ് പവർഫുൾ ആയ ലേഡിയാണ് ഇന്നത്തെ നമ്മുടെ HM ശ്രീമതി രാഗ ടീച്ചർ. അത് ഒരു ലേഡിയായി എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂൾ ആദ്യമായിട്ടാണ് ഒരു ഹെഡ് മിസ്ട്രസ് സ്കൂളിൽ വന്നത്. സ്കൂളിനും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മദർ PTA പ്രസിഡന്റ് അഭിനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ ഷൈനേച്ചി, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്കൂളിലെത്തിയിട്ടുള്ള നമ്മുടെ MLA ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ പഠിച്ച സ്കൂളാണിത്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ, ഇപ്പം എൻ്റെ മക്കളും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സ്കൂളിലെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മദർ PTA പ്രസിഡന്റായിട്ടും ഇവിടെ ഒരു സാന്നിധ്യം കിട്ടിയതിലേക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. ഈ ഒരു നിമിഷം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായി കഴിഞ്ഞാലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളായാലും എല്ലാവരും, ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു നാടിന്റെ തന്നെ ഏറ്റവും മൂല്യമുള്ള ഒരു മാണിക്യം തന്നെയാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത്. ആ സ്കൂളിനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാനും ഇവിടെ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവാനും നിങ്ങൾ എല്ലാവരുടെയും സഹായവും സഹകരണവും ആവശ്യമായിട്ടുണ്ട്. അതിനെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കാറ്റോട് നോർത്ത് LP സ്കൂളിന്റെ 100ാം വാർഷികത്തിന് എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മട്ടന്നൂർ MLA ശ്രീമതി ശൈലജ ടീച്ചർക്ക് നന്ദി അറിയിക്കുന്നു. തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന ടീച്ചർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ അവർക്കും നന്ദി അറിയിക്കുന്നു.
ലോഗോ ഡിസൈനർക്കുള്ള ആദരവ് നിർവഹിച്ചത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ PC ശ്രീകല ടീച്ചറാണ്. ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങിയ അജയൻ മാസ്റ്റർക്കും നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇനി പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, നാട്ടുകാർക്കും കുട്ടികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എൻ്റെ പേരും സ്കൂളിന്റെ പേരുമുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. കാറ്റൂർ നോർത്ത് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങ് ഇവിടെ എന്റെ ഉദ്ഘാടന സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ കലാപരിപാടികൾ തുടർന്ന് അരങ്ങേറും. ഇന്തോ നിപ്പോൺ കരാട്ടെ അക്കാദമിയുടെ ഇൻസ്ട്രക്ടർ ശ്രീ പ്രതീഷ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കുട്ടികൾ അഭ്യസനം നടത്തി വരുന്നത്.
ഞാൻ അമ്മേൻ്റെ പേര് രചിക്കുകയാണ്. ദേവരാജ ആട്ടമില്ല, ദേവരാജ എന്നാ വിളിക്കുക. നേത്രല്ല പഠിക്കുന്നു. അഞ്ചിലാ എവിടെയാ? Thank you.
വിശ്വാസിയുടെ ശിക്ഷണത്തിൽ കുട്ടികൾ ഇവിടെ പരിപാടികൾ പച്ചരി കുളിച്ചുളിക്കും എന്റെ കേരളം ദൂരെ മാമലകൾ പച്ചരി കുളിച്ചുളിക്കും എന്റെ കേരളം ഒഴുകും കാട്ടരുവികൾ പൊന്നണിഞ്ഞ വയലുകളും കടലവും എന്റെ കേരളം ദൂരെ മാമലകൾ പൂമരങ്ങൾ പച്ചരി കുളിച്ചുളിക്കും എന്റെ കേരളം പാടങ്ങൾ കതിരടിയും കാലത്ത് പെണ്ണാൾ കൊയ്ത്തരി വാഴുവേണ്ടിയിരുന്നു പാടങ്ങൾ കതിരടിയും കാലത്ത് പെണ്ണാൾ കൊയ്ത്തരി വാഴുവേണ്ടിയിരുന്നു സഹികളും തിരയും തീരവും ഒന്നു ചേർന്നു കേരളം മലനാടും സഹികളും തീരവും കേരളം മാമലകൾ പൂമരങ്ങൾ പച്ചരി കുളിച്ചുളിക്കും എന്റെ കേരളം നാടികർ പേരം തെൻകുടക്കാലവും എഴുതിയിരുന്നു നിൽക്കും നാടികർ പേരം തെൻകുടക്കാലവും എഴുതിയിരുന്നു നിൽക്കും സഖികളും ഒഴുകും നാടികർ എല്ലാത്തും ഒരു മതേരും എന്റെ കേരളം സഖികളും ഒഴുകും നാടികൾ എല്ലാവർക്കും ഒരു മതേരും എന്റെ കേരളം മാമലകൾ പൂമരങ്ങൾ പച്ചരി കുളിച്ചുളിക്കും എന്റെ കേരളം ദൂരെ മാമലകൾ പൂമരങ്ങൾ പച്ചരി കുളിച്ചുളിക്കും എന്റെ കേരളം ഒഴുകും കാട്ടരുവികൾ പൊന്നടിഞ്ഞ വയലുകളും കടലവും അവയ്ക്കുമെന്റെ കേരളം ദൂരെ മാമലകൾ പൂമരങ്ങൾ പച്ചരി കുളിച്ചുളിക്കും എന്റെ കേരളം ും
മുത്തശ്ശിൻ്റെ ആഘോഷം എങ്ങനെയുണ്ടായിരുന്നു അല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ എന്നും ആഘോഷിക്കാനുള്ള ഒരു അവസരം തന്നെ നമ്മുടെ വിദ്യാലയ മുത്തശ്ശിക്ക് ഉണ്ടാവട്ടെ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം